ഹിമാലയത്തിൻ്റെ നെറുകയിൽ സമുദ്രനിരപ്പിൽ നിന്നും 16,500 അടി ഉയരങ്ങളിൽ ഒരു ശ്മശാനമുണ്ട്. തണുത്തുറഞ്ഞ ഒരു തടാകത്തിനു ചുറ്റും ചിതറിക്കിടക്കുന്ന 300-ലധികം മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ. പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ കരുതിയത് ഇതൊരു വലിയ അപകടങ്ങളിൽ മരിച്ച ഒരു കൂട്ടം തീർത്ഥാടകരാണ് എന്നാണ്. എന്നാൽ 2019 പുറത്തുവന്ന ഒരു DNA റിപ്പോർട്ടിൽ ലോകത്തെ ഞെട്ടിച്ചുകളഞ്ഞു. ഇവിടെയുള്ള അസ്ഥികൂടങ്ങളിൽ പലതും ഇന്ത്യക്കാരുടേതല്ല, മറിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഗ്രീസിൽ നിന്നും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്നും വന്നവരുടേതാണ്. ഇവർ എന്തിന് ഹിമാലയത്തിൻ്റെ ഈ ഒറ്റപ്പെട്ട കോണിലെത്തി? ആകാശത്തു നിന്നും വീണ മരണം ഇവരെ എങ്ങനെ ഇല്ലാതാക്കി? ഹിമാലയത്തിലെ തുറക്കാനൊക്കാത്ത രഹസ്യം തേടിയുള്ള ദീർഘയാത്ര ഇവിടെ തുടങ്ങുന്നു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് രൂപ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ ഏറ്റവും കഠിനമായ ട്രെക്കിംഗ് പാതകളിൽ ഒന്നാണിത്. വാൻ എന്ന ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ബെഡ്ലി ബുഗ്വാളിയിലൂടെ ദിവസങ്ങൾ നീണ്ട യാത്ര വേണം ഇവിടെ എത്താൻ. ഓക്സിജൻ വളരെ കുറവായ വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശം മനുഷ്യവാസം ഇല്ലാത്ത ഒരിടമാണ്. ഇതിനെ രൂപ്കുണ്ട് എന്ന് വിളിക്കാൻ ഒരു പുരാണ കഥയുണ്ട്. ശിവനും പാർവതിയും കൈലാസത്തിലേക്ക് പോകുന്ന വഴി പാർവതിക്ക് ദാഹം അനുഭവപ്പെട്ടു. അപ്പോൾ ശിവൻ തൻ്റെ ത്രിശൂലം കൊണ്ട് മണ്ണിലമർത്തി ഒരു തടാകമുണ്ടാക്കി എന്നാണ് വിശ്വാസം. തടാകത്തിലെ തെളിനീർ പാർവതി തൻ്റെ സൗന്ദര്യം കണ്ടതുകൊണ്ടാണ് ഇതിന് രൂപ്കുണ്ട് എന്ന പേര് വന്നത്. എന്നാൽ ഇന്ന് ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരമായ ഒരു കൂട്ടമരണത്തിൻ്റെ കഥയാണ്. 1942 ലോകം മുഴുവൻ യുദ്ധത്തിൻ്റെ ഭീതിയിലായിരുന്നു. ആ സമയത്താണ് നന്ദാദേവി ഗെയിം റിസർവിലെ ഫോറസ്റ്റ് റേഞ്ചറായിരുന്ന HK മദ്വാൾ ഈ തടാകത്തിൻ്റെ അരികിലെത്തുന്നത്. മഞ്ഞുരുകിത്തുടങ്ങിയ സമയത്ത് തടാകക്കരയിൽ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്ന അസ്ഥികൾ അദ്ദേഹം കണ്ടു. തുടക്കത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഭയന്നത് ജാപ്പനീസ് ചാരന്മാരോ സൈനികരോ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മരിച്ചതാകാം എന്നാണ്. ഉടൻ തന്നെ അന്വേഷണ സംഘം ഇവിടെ എത്തി. അവർക്ക് അസ്ഥികൾക്കൊപ്പം ചില വസ്ത്രങ്ങളും ചെരുപ്പുകളും മുള കൊണ്ടുണ്ടാക്കിയ വടികളും ലഭിച്ചു. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി: ഇതൊരു ആധുനിക സൈന്യമല്ല. ഇതിന് നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതോടെ ഈ തടാകം ലോക പ്രശസ്തമായി. സ്കെലിട്ടൺ ലേക്ക് എന്ന പേരിൽ ഇതൊരു വലിയ സസ്പെൻസായി മാറി. ശാസ്ത്രം എത്തുന്നതിന് മുമ്പേ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ഒരു നിഗമനമുണ്ടായിരുന്നു. അത് നന്ദാദേവിയുടെ കോപമാണ്. ഗാർവാൾ മേഖലയിലെ ഏറ്റവും വലിയ ഉത്സവമായ നന്ദാദേവി രാജ് ജാട്ട് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ പദയാത്രയിലാണ് രൂപ്കുണ്ട് വരുന്നത്. ഐതിഹ്യമനുസരിച്ച് പണ്ട് കനോജിലെ രാജാവായിരുന്ന ജസ്ദോവൽ അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ പത്നിയും വലിയൊരു സംഘവുമൊപ്പം ദേവിയെ ദർശിക്കാൻ പോയി. അവർ പവിത്രമായ സ്ഥലത്ത് വെച്ച് ആഘോഷങ്ങൾ നടത്തുകയും മദ്യപിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. അതിൽ കലിപൂണ്ട ദേവി ലാതുദേവനോട് ആജ്ഞാപിച്ചു അവരെ ശപിക്കാൻ. തുടർന്ന് ആകാശത്തു നിന്നും കല്ലുപോലെ കഠിനമായ ആലിപ്പഴങ്ങൾ പെയ്യാൻ തുടങ്ങി. ഒളിക്കാൻ മരങ്ങളോ ഗുഹകളോ ഇല്ലാതെ ആ തുറം സ്ഥലത്ത് അവർക്ക് മരണം സുനിശ്ചിതമായിരുന്നു. 2024 നാഷണൽ ജിയോഗ്രഫി ചാനലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പഠനം വലിയൊരു വഴിത്തിരിവായി. കാർബൺ ഡേറ്റിങ്ങിലൂടെ അവർ കണ്ടെത്തിയ ഈ അസ്ഥികൂടങ്ങൾ AD 180-ലേതാണ്, അതായത് ഏകദേശം 120 വർഷങ്ങൾ മുമ്പ്. എന്നാൽ ഏറ്റവും വലിയ ഞെട്ടൽ ഫോറൻസിക് റിപ്പോർട്ടിലായിരുന്നു. അവിടെ ഉള്ളവരുടെ തലയോട്ടിയിൽ എല്ലാം മുകളിൽ നിന്ന് ഒരു കനത്ത വസ്തു പതിച്ച മൂലമുണ്ടാകുന്ന വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള വെട്ടുകളോ കുത്തുകളോ ആയിരുന്നില്ല അത്. ക്രിക്കറ്റ് പന്തിനോളം വലിപ്പമുള്ള ആലിപ്പഴങ്ങൾ വീണാലുണ്ടാകുന്ന മുറിവുകൾ ആണെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു. അങ്ങനെ ഐതിഹ്യത്തിലെ ആലിപ്പഴ കഥ ശാസ്ത്രീയമായി ശരിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ രഹസ്യം അവിടെയും അവസാനിച്ചില്ല. 2019 ഓഗസ്റ്റ് മാസത്തിൽ നേച്ചർ കമ്മ്യൂണിക്കേഷൻ എന്ന ജേണലിൽ ഒരു പഠനം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലെയും വിദേശത്തെയും 28 ശാസ്ത്ര സ്ഥാപനങ്ങൾ ചേർന്ന് 5 വർഷം നീണ്ടുനിന്ന DNA പരിശോധനയുടെ ഫലമായിരുന്നു അത്. അത് ലോകത്തെ മുഴുവൻ കുഴപ്പിച്ചു. പഠനത്തിലെ 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവയിൽ 3 തരം വ്യത്യസ്ത ജനവിഭാഗങ്ങളെ കണ്ടെത്തി. ഇന്ത്യക്കാർ, മെഡിറ്ററേനിയൻ വംശജർ, പിന്നെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്ന് ഉള്ളവർ. 2. ഇന്ത്യക്കാർ മരിച്ചത് AD 800-കളിലാണെങ്കിലും ഗ്രീസുകാർ മരിച്ചത് AD 1800-കളിലാണ്.
അതായത് 1000 വർഷത്തെ വ്യത്യാസം. 3. 1800കളിൽ ഒരു പറ്റം ഗ്രീസുകാർ എന്തിനാണ് ഹിമാലയത്തിൻ്റെ ഇത്രയും ഉയരത്തിൽ വന്നത്? ഇവർ വ്യാപാരികളായിരുന്നില്ല. കാരണം രൂപ്കുണ്ട് ഒരു വ്യാപാര പാതയിലല്ല സ്ഥിതി ചെയ്യുന്നത്. പല സിദ്ധാന്തങ്ങളും വളർന്നു വന്നു. 1800കളിലെ ആ ഗ്രീസുകാർ ഒരുപക്ഷെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സൈന്യത്തിൻ്റെ ഭാഗമായി വന്നവരാകാമെന്ന് ചിലർ കരുതുന്നു. മറ്റു ചിലർ പറയുന്നു അവർ ഒളിച്ചോടി വന്നവരാകാമെന്നും. എന്നാൽ ഒരു വലിയ സംഘം ആളുകൾ ഒരേപോലെ ഈ മലയുടെ മുകളിൽ ആലിപ്പഴം വീണു മരിച്ചു എന്ന് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. രൂപ്കുണ്ട് തടാകം ഇന്നും തൻ്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും വിട്ടു നൽകിയിട്ടില്ല. ഓരോ വർഷവും മഞ്ഞുരുകുമ്പോൾ പുതിയ അസ്ഥികൾ അവിടെ തെളിയുന്നു. ഹിമാലയം ഒളിപ്പിച്ചു വെച്ച തെളിവ് രഹസ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. മനുഷ്യൻ്റെ ജിജ്ഞാസയും ശാസ്ത്രത്തിൻ്റെ കരുത്തും അവിടെ പരിശോധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഹിമാലയത്തിലെ ഈ നിഗൂഢതകൾ ഇനിയും തുടരും. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.